ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഗ്രൂപ്പ് എന്താണെന്നും ഗ്രൂപ്പ് ഡൈനാമിക് എന്താണെന്നും ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സിലേക്കുമാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗ്രൂപ്പുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഫോർമൽ ഗ്രൂപ്പ് എന്നും മറ്റേത് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നും അല്ലേ. ഫോർമൽ ഗ്രൂപ്പിനെ തന്നെ നമ്മൾ വീണ്ടും കമാൻഡ് ഗ്രൂപ്പ് എന്നും ടാസ്ക് ഫോഴ്സ് എന്നും കമ്മിറ്റി എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും ഇൻഫോർമൽ ഗ്രൂപ്പിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്നും ക്ലാസിഫൈ ചെയ്തു. ക്ലിക്സ്, സബ് ക്ലിക്സ്, സെയിൽസ് ക്ലാസിഫിക്കേഷൻ. സെയിൽസ് ക്ലാസിഫിക്കേഷൻസിൽ തന്നെ വീണ്ടും 4 തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടെന്നും അപ്പാത്തറ്റിക് ഗ്രൂപ്പ്, ഇറാറ്റിക് ഗ്രൂപ്പ്, സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ആൻഡ് കൺസർവേറ്റീവ് ഗ്രൂപ്പുകളാണ് ഇതെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ക്ലിക്കിലാണ്. മിക്സഡ് ഓർ റാൻഡം ക്ലിക്കിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പോൾ ഇനി രണ്ടാമത്തതിലേക്ക് നമുക്ക് കടക്കാം. ഏത്? നമ്മുടെ സബ് ക്ലിക്ക് എന്നുള്ളത്. എന്താണ് സബ് ക്ലിക്ക്? അപ്പോൾ നമ്മൾ ക്ലിക്ക് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു ക്ലിക്ക് or these kinds of group involve people who have frequent interactions and observe certain norms and standards. Their purpose is to gain control and power എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ലേ. ക്ലിക്കിലെ മെമ്പേഴ്സ് തന്നെയാണ് ഇവിടെ. സം മെമ്പേഴ്സ്, ക്ലിക്കിലെ കുറച്ച് അംഗങ്ങൾ ഏതിലുണ്ട്? സബ് ക്ലിക്കിലുണ്ട്. ഓക്കെ, അവർ തന്നെ ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് സബ് ക്ലിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിക്ക് എന്ന് പറയുന്നത് ഓർഗനൈസേഷന് അകത്തുള്ള ആൾക്കാർ ചേർന്നാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. കുറച്ച് അംഗങ്ങളാണ് ക്ലിക്കിൽ ഓർഗനൈസേഷന് അകത്തുള്ള ആൾക്കാർ വരിക. ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് ഔട്ട്സൈഡേഴ്സാണ് അല്ലേ. ഔട്ട്സൈഡേഴ്സാണ്, അതായത് ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ദ മെമ്പേഴ്സ് ഓഫ് ദി ക്ലിക്ക് ഗിവ് ദീസ് ഔട്ട്സൈഡേഴ്സ് ഡ്യൂ റെക്കഗ്നിഷൻ ബിക്കോസ് ഓഫ് സം മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ബീയിങ് അസോസിയേറ്റഡ് വിത്ത് ദം. സച്ച് ഗ്രൂപ്പ്സ് ആർ റിഗാർഡഡ് ആസ് പ്രാക്ടിക്കലി എക്സ്റ്റേണൽസ് ടു ദി ഓർഗനൈസേഷൻ. സിമ്പിളാണ്. ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ അകത്തുള്ള അംഗങ്ങൾ മാത്രമാണ്. പക്ഷേ സബ് ക്ലിക്ക് എന്നുള്ള പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓർഗനൈസേഷന് പുറത്തു നിന്നുള്ള ആൾക്കാരും കൂടെ ഏതിൽ വരുന്നു? നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നു. നമ്മളിത് പറയുന്നത് ഇൻഫോർമൽ ഗ്രൂപ്പാണ്. ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇൻ്ററാക്ഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സം ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് simply associated with the parties outside to the organization. So that's why the external parties are joined this group. So this is always be a informal group, no relation with the actual organization. So അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നേരെ ഏതിലേക്ക് കടക്കാം? ലാസ്റ്റ് ഇൻഫോർമൽ ഗ്രൂപ്പായിട്ടുള്ള സെയിൽസ് ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. അതിലൊന്നാമത്തതാണ് പറയുന്നത്. സെയിൽസ് ക്ലാസിഫിക്കേഷനിൽ പറയുമ്പോൾ അത് ഓരോ ലെവൽ അല്ലെങ്കിൽ ഓരോ സ്കിൽ ലെവലുള്ള എംപ്ലോയീസിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. അതിലൊന്നാമത്തതാണ് അപ്പാത്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പാത്തറ്റിക് എന്നുള്ളൊരു ഗ്രൂപ്പിൽ സെയിൽസ് പറയുകയാണ് പ്രധാനമായിട്ടും ലോ സ്കിൽഡ് ആയിട്ടുള്ള അസംബ്ലി ലൈൻ വർക്കേഴ്സാണ്. അതായത് ലോ പെയ്ഡ് ആയിട്ടുള്ള ചെറിയ തുച്ഛമായ ശമ്പളത്തിന് വലിയ കഴിവും അറിവൊന്നുമില്ലാതെ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസാണ് ഏതിലുണ്ടാവുക? അപ്പാത്തറ്റിക് ഗ്രൂപ്പിലുണ്ടാവുക. അവർക്ക് എന്തില്ല? അവർക്ക് അധികാരമോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിയോ ഐക്യമോ ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമായിരിക്കും. സാധാരണ ലോവർ ലെവൽ എംപ്ലോയീസാണ് അതിലുണ്ടാവുക. അപ്പോൾ എന്ത് പറയുന്നു? സച്ച് എ ഗ്രൂപ്പ് ഹാസ് നോ അക്സെപ്റ്റബിൾ ലീഡർ ആൻഡ് ഈസ് ഇൻഡിഫറൻസ് ടു ദി ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ലോവർ ലെവലിലുള്ള ഹാർഡ്ലി വർക്കിംഗ് ഡെയിലി വേജസിനൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലീഡേഴ്സൊന്നും ഇല്ലാത്ത തനി ലോക്കലായിട്ടുള്ള എംപ്ലോയീസ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അപ്പാത്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് സ്കില്ല് കൂടി വരും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത് ഇറാറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെമി സ്കിൽഡ്, നേരത്തെ പറഞ്ഞത് ലോ സ്കിൽഡ് കേട്ടോ. അപ്പാത്തറ്റിക്കൽ ലോ സ്കിൽഡാണ്. ഇറാറ്റിക് എത്തുമ്പോൾ അത് സെമി സ്കിൽഡായി, ഒരു മിതമായിട്ടുള്ള സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇറാറ്റിക് ഗ്രൂപ്പ് എന്ന് ആര് പറയുന്നത്? സെയിൽസ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്, സെയിൽസ് പറയുന്നത്.
അദ്ദേഹം പറയാണ് ഈ സെമി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് യൂണിറ്റി ഇല്ല, ഇവിടെ യൂണിറ്റി ഉണ്ട്. കാരണം എന്താ, അവർ പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ദേ ആർ സംടൈംസ് ഇൻറ്ററാക്ട് വിത്ത് ദി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അപ്പാത്തറ്റിക് ഗ്രൂപ്പിൽ യൂണിറ്റീൻ്റെ കുറവുണ്ടെങ്കിൽ, ഐക്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, ഇവിടെ കുറവെന്താ, കൺസിസ്റ്റൻസി ഇൻ ബിഹേവിയർ. ദേ വിൽ നോട്ട് ഡിസ്പ്ലേ ദ സെയിം ടൈപ്പ് ഓഫ് ബിഹേവിയർ. പലപ്പോഴും അവരെന്ത് ചെയ്യുന്നില്ല, ഒരേ തരത്തിലുള്ള സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നില്ല. ഇപ്പോൾ ഫോർമാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള എംപ്ലോയീസാണ് ഈ റൈറ്റ് ഗ്രൂപ്പിൽ വരിക. ഇനി നെക്സ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ജോലിയിലേക്ക് നമ്മൾ പോവുകയാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ്. സ്ട്രാറ്റജി പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തന്ത്രം. അപ്പോൾ ലോ സ്കിൽഡ് അല്ല, സെമി സ്കിൽഡ് അല്ല, അതിനും കുറച്ച് മുകളിലെത്തി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ, ഇപ്പോൾ കുറച്ചും കൂടെ ആർക്കാണ് ഒരു ഓർഗനൈസേഷൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ട്. പ്രഷർ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗൗരവമുള്ള കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്, ദ മെമ്പേഴ്സ് ഓഫ് സച്ച് ഗ്രൂപ്പ്സ് ആർ ഏബിൾ ടു പ്രിപ്പയർ എ സ്ട്രാറ്റജി ഫോർ പുട്ടിങ് പ്രഷർ ഓൺ അതർ ഗ്രൂപ്പ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് കുറച്ചും കൂടെ കഴിവുള്ള ആൾക്കാർ, ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാർ എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് എന്തുണ്ട്, സ്പെഷ്യലായിട്ടുള്ള സ്കില്ലും ജഡ്ജ്മെൻ്റൽ എബിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് കുറച്ച് കോമ്പീറ്റ് ആക്കാനും അല്ലെങ്കിൽ ഓർഗനൈസേഷനും മാനേജ്മെൻറ്റിനൊക്കെ കുറച്ച് പ്രഷർ ചെലുത്താനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് ഏത് ഗ്രൂപ്പിലുണ്ടാവുക, നമ്മുടെ സ്ട്രാറ്റജിക് ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ഈ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഇറാറ്റിക് ഗ്രൂപ്പിനേക്കാളും അപ്പത്തറ്റിക് ഗ്രൂപ്പിനേക്കാളും മികച്ച ഒരു ഗ്രൂപ്പായിരിക്കും നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിന് മുകളിലുള്ള ഗ്രൂപ്പാണ് കൺസർവേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസാണ് അതിൽ മെമ്പേഴ്സായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, അവർ ഹൈ ലെവൽ എംപ്ലോയീസ് ആണ്, അവർ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള, യൂണിറ്റി ഉള്ള, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ എമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവരെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായി ചെയ്യുന്നത്, they work on their own and the nature of their job is such that they can shut down the plan if they do so, അല്ലെങ്കിൽ if they so desire അല്ലേ. അപ്പോൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെയുള്ള എംപ്ലോയീസ്, ഇപ്പോൾ ഒരു എംപ്ലോയി, ആ എംപ്ലോയീൻ്റെ ആബ്സെൻസ് പലപ്പോഴും ഓർഗനൈസേഷൻ ഒരു ബേർഡനായി തീരുന്നു, അല്ലെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ പൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് എംപ്ലോയീസ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസ് ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും സെയിൽസ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന പാത്തറ്റിക്, ഇറാറ്റിക്, സ്ട്രാറ്റജിക് ആൻഡ് കൺസർവേറ്റീവ് ഗ്രൂപ്പുകളെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് തിയറീസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഗ്രൂപ്പ് ഫോർമേഷൻ്റെ തിയറി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആൾക്കാരും ഒരു ഗ്രൂപ്പിലേക്ക് മാറി വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഓർഗനൈസേഷനിലെ വിവിധ തരത്തിലുള്ള എംപ്ലോയീസ് വിവിധ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായി മാറുന്നത്. അത് അപ്പാത്തറ്റിക് ഗ്രൂപ്പ് ആവാം, ഇറാറ്റിക് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആവാം, സ്ട്രാറ്റജിക് ആവാം, ഫോർമൽ ഗ്രൂപ്പ് ആവാം, എന്തുമാവാം. ഒരു കമാൻഡ് ഗ്രൂപ്പിലോ ടാസ്ക് ഫോഴ്സിലോ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ക്ലിക്കിലോ സബ് ക്ലിക്കിലോ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലൊക്കെ എങ്ങനെയാണ് അവർ അംഗങ്ങളാകുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അതിന് കുറേ തിയറീസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തിയറിയാണ് പറയുന്നത് പ്രൊപ്പിൻക്വിറ്റി തിയറി എന്ന് പറയുന്നത്. പ്രൊപ്പിൻക്വിറ്റി എന്ന് വെച്ചാൽ അഫിലിയേഷൻ അല്ലെങ്കിൽ പ്രോക്സിമിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ അടുത്തുള്ളത് എന്ന് പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ടും സ്പേഷ്യൽ ഓർ ജിയോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി, അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന രണ്ടാൾക്കാർ ഒരു മാസത്തോളമോ 2 മാസത്തോളമോ അല്ലെങ്കിൽ വർഷത്തോളം കാലം തൊട്ടടുത്ത സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും, അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും, അവരൊരു ഗ്രൂപ്പായി മാറും. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്
നമ്മുടെ പ്രൊപ്പിംഗറ്റി തിയറി വന്നു. അപ്പോൾ ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അഫിലിയേറ്റ് വിത്ത് വൺ അനദർ ബിക്കോസ് ഓഫ് സ്പേഷ്യൽ ഓർ ജിയോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി എന്നാണ് പറയുന്നത്. അഫിലിയേഷൻ ഈസ് പ്രൊപ്പിംഗറ്റി, അതായത് അഫിലിയേഷൻ ഈസ് പ്രൊപ്പിംഗറ്റി, അത് നമ്മളെ ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധമാണ്, റിലേഷനാണ് പറയുന്നത്. സ്പേഷ്യൽ ഓർ ജിയോഗ്രഫിക്കൽ, അതായത് ഒരു ഓർഗനൈസേഷനകത്ത് സെയിം ഏരിയയിലോ അല്ലെങ്കിൽ സെയിം പ്ലാന്റിലോ സെയിം ഓഫീസറായിട്ടോ അല്ലെങ്കിൽ മാനേജേഴ്സായിട്ടോ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരായിട്ട് നന്നായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ, ഒരു സെയിം പ്ലാന്റിലെ എംപ്ലോയി ആയിട്ട് ഇടപഴകുന്നു, സെയിം ഏരിയയിലെ എംപ്ലോയി ആയിട്ട് ഇടപഴകുന്നു, അല്ലെങ്കിൽ ഒരു മാനേജറുമായിട്ട് എപ്പോഴും ഇടപഴകുന്നു, ഏതെങ്കിലും ഒരു പെക്യുലർ സ്റ്റാഫുമായിട്ട് ക്ലോസ് ആവുന്നു, അങ്ങനെയെങ്കിൽ എന്തുണ്ടാവും? അവർ തമ്മിൽ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയും അവർ ഒരു ഗ്രൂപ്പായി മാറാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ തിയറിയാണ് ഹോമൻസ് തിയറി എന്ന് പറയുന്നത്. ഹോമൻസ് തിയറി എന്ന് കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു തിയറിയാണ്. വൈഡായിട്ടുള്ള തിയറിയിൽ ഹോമൻസ് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ആക്ടിവിറ്റി, ഒന്ന് ഇൻ്ററാക്ഷൻ, ഒന്ന് സെൻറ്റിമെൻറ്റ്സ്. അതായത് പ്രവർത്തനം, ഇടപഴകൽ, വികാരം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്യാനുള്ള ബേസ് എന്നാണ് ആര് പറയുന്നത്? ഹോമൻസ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? പലപ്പോഴും ആൾക്കാർ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ, അല്ലേ? അവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ വിൽ ഡെഫിനറ്റ്ലി ഷെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് വൺ അനദർ, നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഫിസിക്കൽ പ്രോക്സിമിറ്റി ബട്ട് ഓൾസോ ടു അക്കംപ്ലിഷ് ഗ്രൂപ്പ് ഗോൾസ്, അല്ലേ? ചില സമയങ്ങളിൽ ഒരേ സ്ഥലത്തുള്ള എംപ്ലോയീസ് ആയിരിക്കണം ഇല്ല എന്ത് ചെയ്യുന്നത്, ഈ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അവരെന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലായിരിക്കും അവരുണ്ടാകുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മളെ തൊട്ടടുത്തുള്ള ഫ്രണ്ടിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതും ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിനോടായിരിക്കും. അപ്പോൾ അവിടെ പ്രോക്സിമിറ്റി ഇല്ല, അവിടെ പ്രൊപ്പിംഗറ്റി തിയറിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്താ? നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്ററാക്ഷൻസ് ആരുമായിട്ടാണ്? ദൂരെയുള്ള ഒരാളായിട്ടാവാം. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രൊപ്പിംഗറ്റി തിയറി മാത്രമല്ല ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തും കൂടിയുണ്ട് ആക്ടിവിറ്റീസിനും ഇൻ്ററാക്ഷൻസിനും സെൻറ്റിമെൻറ്റ്സിനും റോളുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ടാകും? അവരുടെ ടാസ്കുകൾ അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും? ഷെയർ ചെയ്യുന്നുണ്ടാകും. ആരുമായിട്ട്? ചിലപ്പോൾ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസ് ആയിരിക്കും, ചിലപ്പോൾ ആ ഓർഗനൈസേഷനിൽ തന്നെ വേറൊരു പ്ലാന്റിലെ എംപ്ലോയി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഏരിയയിലത്തെ എംപ്ലോയി ആയിട്ടായിരിക്കും. അപ്പോൾ ഷെയറിങ് ഓഫ് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു. പിന്നെയോ ഈ ഷെയറിങ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ, അല്ലേ? ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും പരസ്പരം ഇൻറ്ററാക്ട് ചെയ്തേ മതിയാകുള്ളൂ. അങ്ങനെ ആവുന്ന സമയത്ത് ദേ വിൽ ഡെഫിനറ്റ്ലി മേക്ക് കോൺവെർസേഷൻ വിത്ത് ഈച്ച് അതർ. At the time of making conversation, they will definitely share their emotions, sentiments, etc. So that's why there is a chance of having group formation. അപ്പോൾ ഫിസിക്കൽ പ്രോക്സിമിറ്റി മാത്രമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ ഒരു ട്രയാങ്കിൾ രൂപത്തിലുള്ള എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ രൂപത്തിൽ അവിടെ എന്ത് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്? നമ്മുടെ ഗ്രൂപ്പ് ഫോർമേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റീസ്, സെൻറ്റിമെൻറ്റ്സ്, ഇൻ്ററാക്ഷൻസ്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, ഇൻ്ററാക്ഷൻസ്, സെൻറ്റിമെൻറ്റ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻ്ററാക്ഷൻസ് നടക്കുകയും ആ ഇൻ്ററാക്ഷൻസിലൂടെ ഓരോ ആളുടെയും സെൻറ്റിമെൻറ്റ്സ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ദർ ഇസ് എ ചാൻസ് ഓഫ് ഹാവിങ് ഇൻഫോർമൽ ഗ്രൂപ്പ് ഫോർമേഷൻ, അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിന് നമുക്ക് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ബ്രേക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാറ്റിനെയും ഇപ്പോൾ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അവിടെ സെൻറ്റിമെൻറ്റ്സും ഇല്ല, ഇൻ്ററാക്ഷൻസും ഇല്ല, അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻസ് ഇല്ലെങ്കിൽ അവിടെ ആക്ടിവിറ്റിയും ഇല്ല, സെൻറ്റിമെൻറ്റ്സും ഇല്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഏത് പറയുന്നത്? ഹോമൻസ് തിയറിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് തിയറിയാണ് ബാലൻസ് തിയറി. ഓക്കെ. നമ്മുടെ ഹോമൻസ് തിയറി പറഞ്ഞ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള തിയറിയാണെന്ന് പറഞ്ഞു. അതേപോലെയുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള തിയറി തന്നെയാണ് ഏത് പറയുന്നത്? ബാലൻസ് തിയറിയും കൂടെ പറയുന്നത്.
അപ്പോൾ ബാലൻസ് എന്നുള്ളത് ഇവിടെ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. അത് കണ്ടുപിടിച്ച ആൾ അല്ലെങ്കിൽ അത് പ്രൊപ്പോണ്ട് ചെയ്ത ആൾ തിയോഡർ ന്യൂകോംബ് എന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്, ഒരാൾ മറ്റൊരാളിൽ ആകൃഷ്ടനാകുന്നു എങ്ങനെയാണെങ്കിൽ ദ അതർ പേഴ്സൺ ഹാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എൻ്റെ അതേ ആറ്റിറ്റ്യൂഡാണ് മറ്റൊരാൾക്കെങ്കിൽ ഞാൻ അയാളിൽ ആകൃഷ്ടനാകുന്നു, അല്ലെങ്കിൽ ഞാനും അയാളും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്യാനല്ലോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, സിമിലർ ആറ്റിറ്റ്യൂഡ്സ് ടുവേഴ്സ് കോമൺലി റെലവൻറ്റ് ഒബ്ജക്ട്സ് ആൻഡ് ഗോസ് മേക്ക് റിലേഷൻഷിപ്പ് ആൻഡ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഹാവിങ് ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അല്ലെ? ഒരു സിമെട്രിക്കലായിട്ടുള്ള ബാലൻസ് ഉണ്ടാകും. ആര് തമ്മിൽ? അവിടെ ഒരു അട്രാക്ഷനും കോമൺ ആറ്റിറ്റ്യൂഡും ഉണ്ടാകും. ആര് തമ്മിൽ? ഈ രണ്ടാൾക്കാരും എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാലോ അത് വീണ്ടും നമുക്ക് ബാലൻസ് ആയി കൊണ്ടുവരാൻ അല്ലേ പറ്റിയില്ലെങ്കിൽ ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഡിസോൾവ് ആയി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് സിനിമ ഇഷ്ടമാണെങ്കിൽ സിനിമ ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാളുമായിട്ട് നമ്മൾ പെട്ടെന്ന് എന്തായി പോകും, ഒരു ഗ്രൂപ്പായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് സ്പോർട്സ് വളരെ ഇഷ്ടമാണെങ്കിൽ വേറൊരു അത്ലറ്റിനെ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന വേറൊരാളെ കണ്ടു കഴിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യും, അവരുമായിട്ട് ആ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുമായിട്ട് ഒരു അവരുൾപ്പെടുത്തിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, താല്പര്യപ്പെടും. അപ്പോൾ അതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ക്രിയേഷനാണോ ഓർഗനൈസേഷന് സംഭവിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് തിയറിയാണ് പറയുന്നത് എന്ത്, നമ്മുടെ എക്സ്ചേഞ്ച് തിയറി എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് തിയറി, അപ്പോൾ എക്സ്ചേഞ്ച് തിയറിയിൽ പറയുന്നത് റിവാർഡ് കോസ്റ്റ് ഔട്ട്കം ആണ് കേട്ടോ. റിവാർഡ് കോസ്റ്റ് ഔട്ട്കംസ് ഓഫ് ഇൻറ്ററാക്ഷൻ. നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അതിന് വരുന്ന ചിലവ്, നമ്മൾ ഒരാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ നമുക്ക് വരുന്ന ചിലവിനേക്കാൾ കൂടുതലായിരിക്കണം ആ ഇൻറ്ററാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരാളോട് നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കില്ല എങ്ങനെയാണെങ്കിൽ അയാൾ നമ്മളോട് മോശമായിട്ടാണ് തിരിച്ച് പെരുമാറുന്നതെങ്കിൽ. നമ്മൾ ഒരാളോട് തീർച്ചയായും നല്ല റിലേഷൻസ് ഉണ്ടാക്കും എങ്ങനെയാണെങ്കിൽ അയാൾ തിരിച്ചും നല്ല ബന്ധമാണ് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. നമ്മളെന്താ ചെയ്യുന്ന, ഒരാളുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ പോകുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്, വാട്ട് വി വിൽ ഗെറ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻറ്ററാക്ഷൻ വിത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ അംഗമാണ്, ഒരു ഓർഗനൈസേഷനിലൊരു ഗ്രൂപ്പിൽ അംഗമാണ്. അപ്പോൾ മറ്റുള്ള ഗ്രൂപ്പിലെ അംഗങ്ങളുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കാര്യം എന്താ, നമ്മൾ ഇൻറ്ററാക്ട് ചെയ്താൽ ആ ഇൻറ്ററാക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും അല്ലേ. പലപ്പോഴും നമ്മൾ പോസിറ്റീവ് ലെവലാണ് ആഗ്രഹിക്കുന്നത്. പോസിറ്റീവ് ലെവൽ എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ കോസ്റ്റ്, നമ്മൾ ആ ഇൻറ്ററാക്ട് ചെയ്യാൻ നമുക്ക് വരുന്ന കോസ്റ്റ് എന്താവണം, ചെറുതാവണം. എന്ത് വലുതാകണം, നമ്മളെ റിവാർഡ് വലുതാകണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും നേട്ടങ്ങളാണ് വേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അഫിലിയേഷൻ, ഒരു അട്രാക്ഷനൊക്കെ ഉണ്ടാവും. ആരോടായിട്ട്? ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട്. അവരോട് നമ്മൾ നിരന്തരം എന്ത് ചെയ്യും, ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, റിവാർഡ്സ് ഫ്രം ഇൻറ്ററാക്ഷൻ ഗ്രാറ്റിഫൈ നീഡ്സ് വൈൽ കോസ്റ്റിംഗ് ആങ്സൈറ്റി. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്ററാക്ഷൻ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എ എന്നുള്ള ഒരാൾ എയും ബിയും സിയും ഡി ഒക്കെ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അപ്പോൾ എ എന്നുള്ള ഒരാൾ ബി എന്നുള്ള ഒരാളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ബി എന്നുള്ള ഒരാൾ എയോട് എങ്ങനെയാണ് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ റിവാർഡ് എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. ഇനി എ എന്നുള്ള ഒരാൾ ബി എന്നുള്ള ഒരാളോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ബി എന്നുള്ള ഒരാൾ നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് കൂടുതലാണ്, കോസ്റ്റ് എന്ന് പറയുന്നത് ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ അയാളത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ റിവാർഡ് കോസ്റ്റിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഗ്രാറ്റിഫൈ നീഡ്സ് അല്ലേ. അല്ലെങ്കിലോ ആ ആങ്സൈറ്റി ഉണ്ടാക്കും, നമുക്ക് നിരാശയും അസന്തുഷ്ടിയൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്, എക്സ്ചേഞ്ച് തിയറിയിൽ പറയുന്ന കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്.